സ്കിൻ കെയർ ചെയ്യുന്നത് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. രാത്രിയാണ് ഏറ്റവും കൂടുതൽ റെഗുലറായിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യാറുള്ളത്. രാവിലെ മിക്കപ്പോഴും എന്തെങ്കിലും പ്രശ്നം കാരണം ഇല്ലെങ്കിൽ മിക്കവാറും മടി കാരണം രാവിലത്തെ സ്കിൻ കെയറാണ് ഞാൻ ഒഴിവാക്കുന്നത്. രാത്രിയത്തെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ സ്കിൻ കെയർ റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് മാറും, എന്നാലും നമ്മൾ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരുന്നാലേ അത് റെഗുലർ ആവുള്ളൂ. അപ്പം ഞാൻ മുഖമൊക്കെ കഴുകി ഒരു ഐസ് ക്യൂബൊക്കെ അപ്ലൈ ചെയ്ത് ഫോക്സ്റ്റീലിൻ്റെ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തത്. വലിയ കുഴപ്പമില്ല കേട്ടോ ഫേസ് വാഷ്. ഞാൻ ഒരു സെറമായിട്ട് ടോണർ അപ്ലൈ ചെയ്യാണ്. ഇത് രാവിലെയും രാത്രിയും ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒന്നല്ലെങ്കിൽ രാത്രി ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യും. രാത്രിയിലത്തെ സ്കിൻ കെയർ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. രാത്രിയിലാണ് ഒരുപാട് സെറംസ് ഞാൻ മാറ്റി മാറ്റി ട്രൈ ചെയ്യുന്നത്. രാവിലെ മിക്കപ്പോഴും ഒന്നല്ലെങ്കിൽ വൈറ്റമിൻ സി സെറം ഇല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്, ഇത് രണ്ടും ഞാൻ മിക്കപ്പോഴും വൈറ്റമിൻ സി സെറം തന്നെയായിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നൊരു കാര്യമാണ് ഐ ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഓർഡിനറിയുടെ ഐ ക്രീം ഭയങ്കര ഇഷ്ടമാണ്. കഫെയിൻ സൊല്യൂഷൻ നല്ല ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. ഉറക്കമില്ലാത്ത സമയത്ത് കണ്ണിനടിയിലൊക്കെ കറുപ്പ് വരുമ്പോൾ പെർഫെക്റ്റാണ്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വൈറ്റമിൻ സി സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് സെറം അപ്ലൈ ചെയ്ത് ഇപ്പോഴത്തെ എൻ്റെ ഒരു കറൻറ്റ് ഫേവറേറ്റ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മോയ്സ്ചറൈസറാണ് ഈ ഒരു ബയോഡെർമയുടെ അൾട്രാ മോയ്സ്ചറൈസർ. എന്താണെന്ന് അറിയില്ല, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുഖം നല്ല ഷൈനാവും. നമ്മൾ ഭയങ്കര നറിഷ് ചെയ്ത് ഉള്ളിൽ നിന്ന് തന്നെ ഗ്ലോ ചെയ്യുന്ന മാതിരി ഒരു എഫക്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, വേറൊരു പുതിയൊരു സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് അടിപൊളി ഗ്ലോ തരുന്നുണ്ട്. ഇത് കൊറിയൻ സ്കിൻ കെയറിൻ്റെ വരുന്ന ബ്യൂട്ടി ഓഫ് ജോസിയോൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോ ആണ് കേട്ടോ. അതും കൂടെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ രാവിലത്തെ കലാപരിപാടികൾ, അതായത് കിച്ചണിലേക്ക് കയറേണ്ട തുടങ്ങാറായി. ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി. ഒരു ലിപ് ബാമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് കിച്ചണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.